നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമാണ് പാമ്പ് കടിയേറ്റ് മരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ വൈദ്യശാസ്ത്രവും സാങ്കേതിക വിദ്യയുമൊക്കെ ഒരുപാട് പുരോഗമിച്ചെങ്കിലും ഇപ്പോഴും പാമ്പ് കടിയേറ്റ് ആൾക്കാർ മരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, പാമ്പ് കടിയേറ്റാൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഇപ്പോഴും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ആൾക്കാർ ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കലാണ് എൻ്റെ ഇന്നത്തെ ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം. പണ്ട് കാലങ്ങളിലെ വ്യാപകമായുള്ള ഒരു രീതിയാണ്, പാമ്പ് ഏതെങ്കിലും ഒരു ഭാഗത്ത് കടിച്ചാൽ, ഉദാഹരണത്തിന് കൈയുടെ എവിടെ പാമ്പ് കടിച്ചാൽ അതിന് മുകളിൽ കയറോ തുണിയോ കൊണ്ട് മുറുക്കി കെട്ടുക. അപ്പം ഇനി അങ്ങോട്ട് വിഷം മുകളിലോട്ട് കയറില്ല, രക്ഷപ്പെടും എന്ന സങ്കല്പത്തിലാണ് ഇത് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നിത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള വിവിധ മെഡിക്കൽ സംഘടനകൾ ഇങ്ങനെ മുകളിൽ കെട്ടരുത് എന്ന് കർശനമായിട്ട് വിലക്കുന്നുണ്ട്. എന്നാൽ ഇന്നും അതറിയാതെ പാമ്പ് കടിയേറ്റ ആൾക്കാർ പെട്ടെന്ന് കെട്ടുന്നുണ്ട്. പാമ്പ് കടിയേറ്റാൽ ഒരിക്കലും അവിടെ കെട്ടാൻ പാടില്ല. കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ ഇവിടെ മുറുക്കി കെട്ടിയാൽ ഇങ്ങോട്ടുള്ള രക്തയോട്ടം നിലയ്ക്കും. ഇനി ഇങ്ങോട്ടുള്ള ഒരു കോശത്തിലും ഒരു സെല്ലിലും രക്തം വന്ന് കയറുന്നില്ല. അവിടെ രക്തയോട്ടം നിലയ്ക്കുന്നതോടുകൂടി അപ്പോൾ തന്നെ ആ കോശങ്ങൾ നശിക്കാൻ തുടങ്ങും. ആ കോശങ്ങൾ ചിലപ്പോൾ അഴുകിപ്പോകും പെർമനൻ്റ് ആയിട്ട്. അപ്പോൾ പാമ്പും വിഷമുണ്ടാക്കുന്ന പ്രശ്നത്തെക്കാൾ മാരകമായിട്ട് ഇവിടെ പ്രശ്നമുണ്ടാക്കി ഈ ഭാഗത്തെ സെല്ലുകളെല്ലാം നശിപ്പിച്ച് അവസാനം ആ കയ്യോ കാലോ മുറിച്ചു മാറ്റേണ്ടി വരും. ആംപ്യൂട്ടേഷൻ വേണോ? അത് നമ്മുടെ കൈയും കാലും മുറിച്ചു മാറ്റാൻ നമ്മളൊരു കാരണം ഉണ്ടാക്കണോ? ഇത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ സംസാരിച്ച് നോക്കൂ. ഈ ഉത്തരം അവരിൽ നിന്ന് കിട്ടും. പാമ്പിൻ വിഷത്തേക്കാൾ മാരകമായിട്ട് ഈ സെല്ലുകൾ നശിക്കും. കയ്യോ കാലോ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിൽ ചെന്നെത്തും. മാത്രവുമല്ല, പാമ്പ് ഇവിടെ കൊത്തി ആ വിഷം ശരീരത്തിലെ പല ഭാഗത്തായിട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഓരോ കോശത്തിലും എത്തുന്ന വിഷത്തിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുക. പകരം ഇവിടെ വെച്ച് കെട്ടിയാലോ ഒരു ലിമിറ്റഡ് ഏരിയയിലെ സെല്ലുകൾ ഈ വിഷം ചെന്ന് കയറും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അണലി കടിച്ചു എന്ന് വിചാരിക്കുക, വൈപ്പർ, മാരകമായ വിഷമാണ്. അത്തരം വിഷങ്ങൾ ആ ഭാഗത്തുള്ള കോശത്തിൽ കേന്ദ്രീകരിച്ച് ശരീരമാകെ പടരാതെ ഒരു ഭാഗത്ത് മാത്രം കേന്ദ്രീകരിച്ച് ആ വിഷവും സെല്ലുകളെ നശിപ്പിക്കും. ഓക്സിജൻ വരാത്തത് കാരണം സെല്ലുകൾ സ്വയം നശിക്കുന്നു. അതിമാരകമായ വിഷം ഒരിടത്ത് ഫോക്കസ് ചെയ്ത് അവിടുത്തെ സെല്ലുകളെ മാരകമായി നശിപ്പിച്ച് ആ ഭാഗത്തെ സെല്ലുകൾ, ആ ഭാഗത്തെ പേശി, രക്തക്കുഴൽ എന്നിവയെല്ലാം ഈ വിഷം അതിവേഗം നശിപ്പിക്കും. അപ്പോഴും കയ്യോ കാലോ എവിടെയാണോ കടിയേറ്റത് ആ ഭാഗം മുറിച്ച് കളയേണ്ടി വരും. ഇനി മൂന്നാമത്തെ പ്രശ്നം, നിങ്ങൾ വേഗം ആശുപത്രിയിൽ എത്തിക്കും. അതെല്ലാവരും ചെയ്യുന്നുണ്ട്. അവിടെ ചെന്ന് കെട്ടഴിക്കുമ്പോൾ ഒരു സഡൻ ചേഞ്ചാണ്. പെട്ടെന്ന് ആ രക്തം ശരീരത്തിൻ്റെ ഭാഗങ്ങളിലോട്ട് ഇരച്ചു കയറും. ഒരു പാമ്പ് കടിയേറ്റാൽ പതുക്കെ സ്പ്രെഡ് ചെയ്യേണ്ട വിഷം ഒരു ഭാഗത്ത് കെട്ടിക്കിടന്ന് അവിടുത്തെ സെല്ലുകളെ നശിപ്പിച്ചിട്ട് മറുഭാഗത്തേക്ക് ഒരു ജെറ്റ് പ്ലെയിൻ പോകുന്ന പോലെ ഇരച്ചങ്ങ് കയറുമ്പോൾ ചിലപ്പോൾ ഹൃദയസ്തംഭനമോ അല്ലെങ്കിൽ അവയവങ്ങളെ ബാധിക്കുന്ന മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളോ ഉണ്ടാവും കെട്ടഴിക്കുമ്പോൾ. അത് മാരകമായ മറ്റൊരു പ്രശ്നം. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കടിയേറ്റ ഭാഗത്തെ രക്തയോട്ടം നിലയ്ക്കുന്ന രീതിയിൽ മുറുക്കി കെട്ടലുകൾ പാടില്ല. അത്യാവശ്യം വേണമെങ്കിൽ പരുത്തി തുണി കൊണ്ടോ ഇലാസ്റ്റിക് ബാൻഡേജ് കൊണ്ടോ മിതമായിട്ടൊന്ന് പൊതിയ, ഇറുക്കി കെട്ടരുത്. പിന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അയ്യോ എന്ന് ദയവേത് നിലവിളിക്കരുത്. കടിയേറ്റയാൾ പാമ്പിൻ്റെ കടിയേറ്റപ്പോൾ തന്നെ കുറേ പേടിച്ചു. നമ്മൾ അയ്യോ കടിച്ചല്ലോ പോയല്ലോ എന്നൊക്കെ തുടങ്ങിയ വിളികൾ വരുമ്പോൾ അയാളുടെ പേടി കൂടും. ചുറ്റും നിൽക്കുന്നവരെങ്കിലും കടിയേറ്റ ആളുടെ അടുത്ത് ശാന്തത പാലിക്കാൻ ഉപദേശിക്കാൻ എളുപ്പമാണ്, പ്രവർത്തിയാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ മറ്റുള്ള നിങ്ങളെങ്കിലും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന സംസാരമാണ് അവിടെ വേണ്ടത്. അയ്യോ പോയോ പ്രശ്നമായോ അയ്യോ വിഷം എന്നൊന്നും നിലവിളിക്കരുത്. ശാന്തത പാലിക്കൂ. ഇനി വിഷം എവിടെയാണോ പാമ്പ് കടിച്ചത് ആ ഭാഗം അനക്കാതെ പിടിച്ചുകൊണ്ട് എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക. ആൻറ്റി വെനമുള്ള ആ പാമ്പിൻ്റെ വിഷത്തിന് മറുമരുന്നുള്ള ആശുപത്രിയിൽ എത്രയും വേഗം എത്തിക്കുക. അത് ആംബുലൻസൊക്കെ വിളിച്ച് കാത്തിക്കാതെ നിങ്ങളുടെ കാറിലോ അടുത്തുള്ള ആളുടെ വീട്ടിലെ കാറിലോ ഏറ്റവും വേഗം കിട്ടുന്ന വാഹനത്തിൽ കയറി രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക. രോഗിയല്ല, പാമ്പ് കടിയേറ്റ ആളിനെ ആശുപത്രിയിൽ എത്തിക്കുക. പോണ വഴിക്ക് അവിടെയുള്ള ആഭരണങ്ങൾ, മോതിരം, മാല പോലുള്ളവ ഉണ്ടെങ്കിൽ മാറ്റുക. കാരണം അതിൻ്റെ അപ്പുറത്തോടെ വിഷം പോയി അവിടെ കെട്ടിക്കിടക്കും. ആഭരണങ്ങളൊക്കെ മാറ്റണം. എത്രയും വേഗം
ആശുപത്രിയിലെത്തിക്കുക. അല്ല, പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞ് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ദ്രോഹിക്കരുത് കടിയേറ്റയാണ്. നിങ്ങൾ എത്രയും മാത്രം ചെയ്താൽ മതി. ആഭരണങ്ങൾ മാറ്റുക, അതോടൊപ്പം തന്നെ എത്രയും വേഗം ആശുപത്രിയിലെത്തിക്കുക. കടിയേറ്റ ഭാഗം അനക്കാതെ സൂക്ഷിക്കുക. ബാക്കിയൊക്കെ ഡോക്ടർമാർ ചെയ്തു തരും. അവർ ഒരു ആൻറ്റിവെനം കൊണ്ട് ഏകദേശം 5 പാമ്പിൻ്റെ വിഷം ഇല്ലാതാക്കാൻ കഴിയും. അല്ലാതെ ഇപ്പം ഒരു പാമ്പ് കടിച്ചെങ്കിൽ ആ പാമ്പിൻ്റെ വിഷത്തിൻ്റെ മറുമരുന്ന് തന്നെ വേണമെന്നില്ല. അതൊക്കെ ആശുപത്രിക്കാർ ചെയ്തോളും. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഏത് പാമ്പ് കടിച്ചു എന്ന് അറിഞ്ഞില്ലെങ്കിൽ ചില പ്രശ്നമുണ്ട്. കാരണം ചില പാമ്പിനെങ്കിലും ആ കടിച്ച ആ പാമ്പിൻ്റെ മറുമരുന്ന് തന്നെ വേണ്ടി വരുന്നതുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എത്ര വേഗം ആ പാമ്പ് കടിയേറ്റ ഭാഗം അനക്കാതെ പിടിച്ചുകൊണ്ട് ആശുപത്രിയിൽ എത്തിക്കും. ബാക്കിയൊക്കെ ഡോക്ടർമാർക്ക് വിടും. നിങ്ങൾ പരിഭ്രാന്തരാകാതെ നിലവിളിക്കാതിരിക്കുക. ഇത്രയും ചെയ്താൽ കടിയേറ്റയാളെ രക്ഷപ്പെടും, മരണമുണ്ടാകില്ല. ഓൾ ദ ബെസ്റ്റ്. ഒന്ന് ശ്രമിച്ചു നോക്കും.